ഇടുക്കി ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ 2 വീടുകൾ തകർത്തു. കല്ലുപറമ്പിൽ സാവിത്രി കുമാരൻ, ലക്ഷ്മി നാരായണൻ എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഇരു വീടുകളിലും ആൾതാമസം ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. വ്യാപകമായി കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. സിജോ വർഗീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സിജോ, ഇടുക്കിക്കാരുടെ സ്വൈര്യജീവിതത്തെ വല്ലാതെ ഈ കാട്ടാന ആക്രമണം ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആന ഇപ്പോഴും പ്രദേശത്ത് തുടരുന്നുണ്ടോ? എന്താണ് സാഹചര്യം? ജീന, ചിന്നക്കനാലിൽ ഭീതി പരത്തിയിരുന്ന അരിക്കൊമ്പനെ പിടിച്ചുമാറ്റിയതിന് പിന്നാലെ കാര്യമായ കാട്ടാനാക്രമണം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനിടയിലാണ് ചക്കക്കൊമ്പൻ വീണ്ടും ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചിന്നക്കനാലിലെ 301 കോളനിയിലാണ് ഇപ്പോൾ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 വീടുകളാണ് തകർത്തിരിക്കുന്നത്. പ്രദേശവാസികളായ കല്ലുപറമ്പിൽ സാവിത്രി കുമാരൻ, ലക്ഷ്മി നാരായണൻ എന്നിവരുടെ വീടുകളാണ് തകർത്തത്. വെളുപ്പിനെയാണ് ഈ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ഈ സാവിത്രി കുമാരന്റെ വീടിന്റെ അടുക്കള ഭാഗവും ലക്ഷ്മിയുടെ വീടിന്റെ മുൻവശവുമാണ് തകർത്തത്. ഇരു വീടുകളിലും ആൾതാമസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടവും ഒഴിവായിട്ടുണ്ട്. വ്യാപകമായി പ്രദേശത്ത് കൃഷിനാശവും ഉണ്ടാക്കിയിട്ടുണ്ട്. രൂക്ഷമായ കാട്ടാന ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നൊരാവശ്യം കാലങ്ങളായി പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ഒരു വിഷയവും കൂടിയാണ്. ജീന, ശരി, സിജോ ആണ് വിവരങ്ങൾ നൽകിയത്.